എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 224-ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ഒരു വ്യത്യാസമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ രീതിയിൽ തന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ച് പ്രത്യേകത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് 1982 സദ്ഗുരുവിന് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത്. സെപ്റ്റംബർ 23 ചാമുണ്ഡി ഹിൽസിൽ വെച്ച്. അപ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സ്. അതൊക്കെ നമ്മൾ കണ്ടു. ഇനി കാണാൻ പോകുന്നത് ഒരു എൻലൈറ്റൻഡ് യോഗി എങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പം എൻലൈറ്റൻഡായ ഒരു യോഗി കല്യാണം കഴിക്കുമോ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. എൻലൈറ്റൻഡ് ആയതുകൊണ്ട് കല്യാണം കഴിക്കരുതെന്നോ കുഞ്ഞുങ്ങളെ പറയരുതെന്നോ ഒന്നും എവിടെയും എഴുതി വച്ചിട്ടില്ല. പക്ഷേ യൂഷ്വലി ഇത് നടക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ എൻലൈറ്റൻ ആവുന്നതേ 70, 80, 90 വയസ്സിലാണ്. അപ്പോഴത്തേക്ക് അവരുടെയൊക്കെ കല്യാണപ്രായമെല്ലാം കഴിയും. ഒന്നും വേണ്ടാന്ന് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് പോയി കുറേ നാൾ തപസ്സിരിക്കുമ്പോഴായിരിക്കും അവർക്ക് ഈ സമാധി സ്റ്റേറ്റും ധ്യാനവും സമാധി സ്റ്റേറ്റും എൻലൈറ്റൻമെൻറ്റും ഒക്കെ കിട്ടുന്നത്. അപ്പം ആർക്കും അത് കല്യാണത്തിനെക്കുറിച്ചോ കൊച്ചുങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനല്ല. സദ്ഗുരുവിന് 25 വയസ്സിൽ തന്നെ എൻലൈറ്റൻമെൻറ്റ് കിട്ടി. അപ്പം എനിക്ക് 25 വയസ്സായി, എനിക്കിപ്പോൾ എൻലൈറ്റൻമെൻറ്റ് കിട്ടുമോ എന്നൊന്നും അബദ്ധമായിട്ടുള്ള ഒരു ചോദ്യവും ചോദിക്കരുത്. മനസ്സിൽ പോലും അങ്ങനത്തെ ഒരു ചിന്ത വരരുത്. എനിക്ക് 25 മാഡം, 50 അല്ലെങ്കിൽ 75, എനിക്കെപ്പോൾ എൻലൈറ്റൻമെൻറ്റ് കിട്ടും? അത് ആർക്കും ആരെക്കുറിച്ചും ഒന്നും പറയാനൊക്കത്തില്ല. സ്വയം ആ വ്യക്തിക്ക് പോലും എപ്പം എൻലൈറ്റൻമെൻറ്റ് കിട്ടുമെന്ന് പറയാനൊക്കത്തില്ല. ഇപ്പം ഞാനും സാധനയൊക്കെ ചെയ്യുന്നു, എനിക്ക് പറയാൻ പറ്റുമോ എപ്പോഴാണ് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നതെന്ന്? ആർക്കും ഒരു പിടിയുമില്ല. അതാണ് ജീവിതത്തിൻ്റെ സത്യം. അത് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ആർക്കും എഴുതി തരാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു സദ്ഗുരുവിൻ്റെ 37-ാമത്തെ വയസ്സിൽ ഒരു അമ്പലം പണിയും. ഓക്കെ, അതൊക്കെ ശരിക്കും ജ്യോത്സ്യം അറിഞ്ഞ ഒരു ജ്യോത്സ്യൻ പറഞ്ഞാൽ അത് ശരിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നത്, അസ്ട്രോളജിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. എന്താ വെച്ചാൽ അത് ഒരു സയൻസാണ്. സയൻസ് തെറ്റാറില്ല. അതുകൊണ്ടാണ് അതിനകത്ത് വിശ്വാസം. അല്ലാതെ ആരെങ്കിലും എൻ്റെ കൈ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ജാതകം കണ്ടിട്ട് നീ വലിയ പ്രൈം മിനിസ്റ്റർ ആകും അല്ലെങ്കിൽ നീ വലിയ ആളാകും, ഓഹോന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ടല്ല എനിക്ക് അതിനകത്ത് വിശ്വാസം. അത് ശരിക്കും ഒരു സയൻസാണ്. അപ്പം ഇവിടെ നമുക്ക് വീഡിയോയുടെ സംഗതിയിൽ വരാം. അപ്പം 82 എൻലൈറ്റൻമെൻറ്റായി. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നു, അദ്ദേഹത്തിന് ഇത്രയും കൊച്ചു വയസ്സിൽ എൻലൈറ്റൻമെൻറ്റ് ആകാൻ കാരണം 13 വയസ്സ് തൊട്ട് ഒരു ദിവസം പോലും വിടാതെ യോഗാസന ചെയ്യുന്നു, പ്രാണായാമ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ ഉടനെ മെഡിറ്റേഷനും തുടങ്ങുന്നു. പിന്നെ ഇത് 3 ഈ ജന്മത്തെ കാര്യങ്ങൾ. ഇതിൻ്റെ മുൻജന്മം 3 എന്തിനാ ഞാൻ പറഞ്ഞേ? 3 വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ അതെല്ലാം കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അപ്പം ഈ ജന്മത്തിൽ ഒരാളിന് മുക്തി കിട്ടുന്നു എന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഉണർന്ന് എണ്ണിച്ചിരിക്കുമ്പോഴത്തേക്ക് മുക്തി കിട്ടി എന്ന് പറയുന്നത് നടക്കാത്ത കാര്യം.
ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഒരുപാട് സാധനകൾ ചെയ്യണം. സാധനകൾ ഒന്നുമേ ചെയ്യാത്ത ചിലർക്കെല്ലാം കൂടെ മുക്തി കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പല പല കാരണങ്ങളുണ്ട്. അത് അവർ മുൻജന്മം ചെയ്ത സുഹൃതം, മുൻജന്മം അത്രയും സീരിയസ് ആയിട്ട് ചെയ്ത് കാണും. ഇപ്പം സദ്ഗുരുവിൻ്റെ മുൻജന്മങ്ങൾ 3 നമ്മൾ കണ്ടു. ഇതിൻ്റെ ജസ്റ്റ് മുന്നേ സദ്ഗുരു ശ്രീ ബ്രഹ്മ, അതിനു മുന്നേ ശിവയോഗി, അതിനു മുന്നേ ബിൽവ. ഈ 3 കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ബുക്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ 3 വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പം ആ 3 ലൈഫ് ടൈമിലും ജന്മങ്ങളിലും സദ്ഗുരു എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിക്കറ്റും കളിച്ചുകൊണ്ടിരുന്നോ? അല്ല, അത്രയും കടുത്ത സാധനങ്ങളാണ് ചെയ്തുകൊണ്ട് വന്നത്. കഴിഞ്ഞ ജന്മം തന്നെ അദ്ദേഹം എല്ലാം റെഡിയായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഗുരു പളനിസ്വാമി കണ്ട ഉടനെ ഇവൻ തയ്യാറാണ്, ഇവന് എൻലൈറ്റൻമെൻറ്റ് കിട്ടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് നടക്കുമ്പോൾ കയ്യിലുള്ള കമ്പ് വെച്ച് ആജ്ഞാചക്രത്തിലെ ഒരു തട്ട്, നെറ്റിയിലൊരു തട്ട്, അതോടുകൂടി എല്ലാം റെഡിയായി. സോ ഇതെല്ലാം ഇതിന് പേരാണ് ക്യുമുലേറ്റീവ് ഇഫക്റ്റ്. ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത് വെക്കണം. ഓരോ ജന്മത്തും കുറേശ്ശെ ചെയ്ത് വരുമ്പം നല്ല ഒരു ആ കറക്റ്റ് സമയം വരുമ്പം നല്ല ഒരു ഗുരു നമ്മളെ തേടി വരും, അല്ലെങ്കിൽ നമ്മളൊരു നല്ല ഗുരുവിനെ കണ്ടെത്തും. ആ ഗുരു മുഖാന്തരം നമുക്ക് വിമോചനം കിട്ടും. ഇതൊക്കെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്, അതായത് എൻ്റെ അറിവിൽപ്പെട്ടത്. അതായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഈ രീതിയിലാണ് ഞാൻ ജീവിതത്തിനെ കാണുന്നത്. അപ്പോൾ അതിനെയാണ് എനിക്ക് നിങ്ങളുടെ കൂടെ പങ്കിടാൻ. അല്ലാതെ വെറുതെ സദ്ഗുരു കൊച്ചു വയസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു, മരത്തിൽ കയറിയോ കോളേജിൽ പോയോ, അത് മാത്രമല്ല. പക്ഷേ അത് പറയാതെ ഇത് പറയാനൊക്കത്തില്ല. ഓക്കെ, എൻ്റെ കണ്ണോട്ടമെല്ലാം, എൻ്റെ കാഴ്ചപ്പാടെല്ലാം ഏതേത് രീതിയിലാണ് ഇദ്ദേഹം മുന്നോട്ട് വന്നത്, എങ്ങനെ ഈ സമാധി സ്റ്റേറ്റ് കിട്ടി, എങ്ങനെ അച്ചീവ് ചെയ്തു, എങ്ങനെ എൻലൈറ്റൻമെൻറ്റ് അച്ചീവ് ചെയ്തു, അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മളും ഇതേ ഗോൾ ഉന്നം വെച്ച് നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ കൂടെ ഇതൊക്കെ പങ്കിടാൻ കൂടുതൽ താല്പര്യം. ഇതൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ആർക്കും ഇതൊന്നും പറയാനേ പാടില്ല. ഓക്കെ, ഇപ്പം ഈ വീഡിയോസിലൊക്കെ വ്യൂസ് കുറഞ്ഞുകൊണ്ട് വരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കുഴപ്പമില്ല. ഞാൻ നല്ല വ്യൂസ് കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ വ്യൂസ് കിട്ടണം, അല്ലെങ്കിൽ നല്ല കമൻസ് കിട്ടണം, അല്ലെങ്കിൽ നിറയെ പൈസ ഉണ്ടാക്കണം, ആ രീതിയിലൊന്നുമല്ല ഞാൻ ഈ ചാനലിനെ കൊണ്ടുപോകുന്നത് തന്നെ. അതായത് ഈ മുക്തി നേടി ചിലരൊക്കെ മുന്നോട്ട് പോന്നു. അവർക്കൊക്കെ എനിക്കറിയാവുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞാനും അതേ യാത്രയിലാണ്. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു യാത്രയിൽ പോയിക്കൊണ്ട് ഒരു സ്ഥലം നോക്കി പോന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ നമുക്ക് പ്രയോജനപ്പെടും, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും മെനക്കെട്ട് സമയം കളഞ്ഞ് ഒരുപാട് പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നത്, വീഡിയോ ആയിട്ട് തരുന്നത്. ഓക്കെ, അപ്പം 1982 എൻലൈറ്റൻമെൻറ്റ് കിട്ടി. അപ്പോൾ ഇദ്ദേഹം ആലോചിക്കുന്നു, ഞാൻ 13 വർഷം കൊണ്ട് വിടാതെ യോഗ ചെയ്തതിൻ്റെ കാരണമാണ് എനിക്കിത് സംഭവിച്ചത്, ഈ ജന്മത്ത് ഉള്ള കാര്യം അദ്ദേഹം ആലോചിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, ഈ എൻലൈറ്റൻമെൻറ്റ് എല്ലാവർക്കും കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ അവർക്കെല്ലാം ഞാൻ യോഗ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. യോഗ മാത്രമൊന്നും പോരാ, യോഗ എന്ന് വെച്ചാൽ എന്തുവാന്ന് അറിയാൻ വയ്യാത്തവർക്ക് കൂടെ എൻലൈറ്റൻമെൻറ്റ് ആയിട്ടുണ്ട്, അത് വേറെ കഥ. പക്ഷേ യോഗ, എനിക്ക് കിട്ടിയ സന്തോഷം, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ മറ്റവരുടെ കൂടെ പങ്കിടണം എന്നുള്ള നല്ല ഒരു ചിന്ത, അത്രയേ ഉള്ളൂ. സോ
സദ്ഗുരു ഇങ്ങനെ എല്ലാവർക്കും യോഗ പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ ടീച്ചറായിട്ട് മാറി യോഗ പഠിപ്പിക്കാൻ തുടങ്ങി. ആന്ധ്രയിൽ, ഹൈദരാബാദിൽ, ഇപ്പോൾ തെലുങ്കാന എന്നുള്ള സ്ഥലത്ത്, അദ്ദേഹം ഉള്ളത് മൈസൂരിൽ, കർണാടക സ്റ്റേറ്റിൽ. പക്ഷേ ആന്ധ്രയിലൊക്കെ പോയാൽ ഒരുപാട് പേര് യോഗാസനാസ് എല്ലാം പഠിക്കാൻ താല്പര്യപ്പെടുന്ന കൂട്ടം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ആന്ധ്രയിൽ പോയി ക്ലാസ് എടുക്കുന്നു, ബാംഗ്ലൂരിൽ ക്ലാസ് എടുക്കുന്നു, മൈസൂരിൽ ക്ലാസ് എടുക്കുന്നു. അതായത് എനിക്ക് കിട്ടിയ സന്തോഷം പോലെ എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു നല്ല ചിന്താഗതിയുള്ള മനുഷ്യൻ. അങ്ങനെ യോഗാസനാസ് പഠിപ്പിക്കാൻ പോയി യോഗ ടീച്ചറായിട്ട് മാറി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പബ്ലിക്കിനോട് ഇടപഴകുമ്പം ഏതൊരു ചെറിയ കാര്യം ചെയ്താലും കൂടുതൽ അതിന് എതിർപ്പായിരിക്കും ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അതിനെല്ലാം മറികടന്ന് പിടിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പബ്ലിക്കിനോട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. കുറേശ്ശെ എനിക്കും പല അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നല്ലപോലെ അതിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ ഇദ്ദേഹം ഒരു ദിവസം മൈസൂരിൽ 2-3 ദിവസത്തെ യോഗ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 10 പേരൊക്കെ ഉണ്ട്. അപ്പം അന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സെൻസിറ്റീവ് ക്ലാസ് ആയിരുന്നു. 4 മണിവരെ നീണ്ടു നിന്നു. അതിന് പിന്നാണ് ഇവരെല്ലാം ലഞ്ച് കഴിക്കാനേ പോയത്. വളരെ ഇമോഷണലി മൂഡായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഇമോഷണലി മൂഡ് എന്ന് വെച്ചാൽ അവരവരുടെ കാര്യങ്ങൾ, അവരവരുടെ ഫീലിങ്സ് അതൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നടന്നു കാണും അവിടെ, അതായത് സംസാരത്തിൽ. അപ്പം സദ്ഗുരു ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും. അതിലെല്ലാവരും അങ്ങനെ ലയിച്ചിരുന്നു. ലഞ്ച് കഴിക്കാൻ തന്നെ വിട്ടുപോയി. 4 മണിക്കാണ് ലഞ്ച് കഴിക്കാൻ പോയത്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു, ലഞ്ച് വിളമ്പുന്നു. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ചുമ്മാ ക്യാഷ്വലായിട്ട് ഇങ്ങനെ നിമിർന്ന് നോക്കിയപ്പം അവിടെ ഒരു സ്റ്റുഡൻ്റ് അവിടെ നിൽക്കുന്നു. അതായത് ഈ യോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരു സ്റ്റുഡൻ്റ് അവിടെ നിൽക്കുന്നു. ആ സ്റ്റുഡൻറ്റ് ഇങ്ങനെ സദ്ഗുരുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സദ്ഗുരു ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ആ പെൺകുട്ടി, ഒരു സ്ത്രീ, വളരെ പ്രായം കുറഞ്ഞ 21 വയസ്സ്, ആ പെണ്ണ് ഓടി വന്നു. സദ്ഗുരുവിനെ കണ്ട് ഒരുപാട് കരഞ്ഞു. അപ്പോൾ സദ്ഗുരു വിചാരിച്ചത് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സേ അങ്ങനെയാണല്ലോ, ഒരുപാട് പേർക്ക് ഈ ഫീലിങ്സൊക്കെ, വേറെ പല ഫീലിങ്സൊക്കെ ഉണ്ടായി. അവർ ഒരുപാട് പേര് കരയും, ഒരുപാട് പേര് സാഡായിട്ടും ഒക്കെ ആയല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കുട്ടി വന്ന് കരയുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് വിട്ടു. പിന്നെ അങ്ങനെ വിട്ടു. പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ കുട്ടിയുടെ പേരാണ് വിജി, ആ സ്ത്രീയുടെ പേരാണ് വിജി, 21 വയസ്സ്. ആ വിജി വന്ന് സദ്ഗുരുവിനെ കണ്ട് സംസാരിച്ചപ്പം തന്നെ സദ്ഗുരുവിന് പഴയ ഓർമ്മകളെല്ലാം വരുന്നു. അതായത് ഇതിൻ്റെ മുൻജന്മത്ത് സദ്ഗുരു ശ്രീ ബ്രഹ്മ എന്നുള്ള പേരിൽ കഴിഞ്ഞ ജന്മം ഇതേ ആത്മാവ്, സദ്ഗുരുവിൻ്റെ ആത്മാവ് അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ശ്രീ ബ്രഹ്മയ്ക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഈ ശ്രീ ബ്രഹ്മനെ ഒരുപാട് സ്നേഹിച്ചു. ഒരുപാട് ലാളിക്കണം, ഒരുപാട് സ്നേഹം കാണിക്കണം എന്നൊക്കെ ആ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം ഈ ശ്രീ ബ്രഹ്മ എന്ന് പറയുന്നത് കൊച്ചുനാളിലെ യോഗിയായി മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞു തിരിയുമ്പം ഒരു കോണകം കെട്ടിക്കൊണ്ടായിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം തുണിയില്ലാതെയും നടക്കും. അവരുടെയൊക്കെ രീതി അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പം സ്വന്തം സഹോദരനാണെങ്കിൽ പോലും നമുക്ക് ഒന്ന് അടുത്ത് പോയിരുന്ന് സംസാരിക്കാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പാനോ ഒന്നിനും പറ്റില്ല. എന്നുവെച്ചാൽ നിർമ്മാണമായിട്ട് നടക്കുന്ന ഈ യോഗി എന്തോ തന്നെ സഹോദരനാണെങ്കിലും നമ്മളങ്ങനെ പോകത്തില്ല. അപ്പോൾ ആ ചേച്ചിക്ക് മനസ്സ് നിറച്ച് അനിയൻ്റെ പുറത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ അതിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭവും കിട്ടിയില്ല.
അപ്പം വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സദ്ഗുരു ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതായത് ഈ വിജി എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. 21 വയസ്സായി. നേരത്തെ കല്യാണം കഴിഞ്ഞ് വിവാഹബന്ധം ഒഴിഞ്ഞ കുട്ടിയാണ്. ബാങ്കിൽ ജോലി ചെയ്യുവാണ്. അപ്പോൾ ഈ യോഗയുടെ ക്ലാസ് കേട്ടുകൊണ്ട് യോഗ പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് മനസ്സിലായി. അതുമാത്രമല്ല, കഴിഞ്ഞ ജന്മം ഈ സ്ത്രീ തന്നെയാണ് എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് ഇരുന്നത് എന്നുള്ളത് സദ്ഗുരുവിന് മനസ്സിലായി. വിജിക്ക് മനസ്സിലായില്ല, സദ്ഗുരുവിന് മനസ്സിലായി. അങ്ങനെ അന്ന് വൈകുന്നേരം ആ കുട്ടി ബസ് കയറി ബാംഗ്ലൂർ തിരിച്ചു പോയിട്ടും ഈ കുട്ടിക്കും സദ്ഗുരുവിനെ വിടാൻ മനസ്സില്ല, വിട്ടിട്ട് പോകാൻ മനസ്സില്ല. ബാംഗ്ലൂർ പോയിട്ട് ഒരു കത്തെഴുതുന്നു. ഇപ്പോൾ 82, 84 ഞാനും എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ 15 പൈസയുടെ 10 പൈസയുടെ പോസ്റ്റ് കാർഡ്, അല്ലെങ്കിൽ 15 പൈസയുടെ 20 പൈസയുടെ ഒക്കെ ഇൻലാൻഡ് ലെറ്ററുണ്ട്. മൂന്ന് മടക്കായിട്ട് മടക്കി എഴുതുന്നത്. ആ ഇൻലാൻഡ് ലെറ്ററിലൊക്കെയാണ് ഞാൻ ഒരുപാട് ലെറ്റർ എഴുതുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. എൻ്റെ ഫ്രണ്ട്സിനും എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കുരുകുരായിട്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ എഴുതി അയച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ. അപ്പം മെയിൻ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ വാട്സപ്പും മൊബൈലും ഒന്നും വരാത്ത സമയമല്ലേ, എഴുത്താണ് മെയിൻ. അപ്പോൾ ഈ വിജി ബാംഗ്ലൂരിൽ തിരിച്ചു പോയ പിന്നീട് സദ്ഗുരുവിന് ഒരു എഴുത്തെഴുതുന്നു. അതിലെ തുടക്കം എങ്ങനെയാണോ, ഡിയർ ബ്രദർ, ഡിയർ ജഗ്ഗി എന്നാണ് എഴുതാൻ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ അപ്പം സദ്ഗുരു എന്നല്ലല്ലോ, ജഗ്ഗി വാസുദേവ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പം ഡിയർ ജഗ്ഗി എന്നാണ് എഴുതാൻ ആഗ്രഹിച്ചത്. പക്ഷേ കയ്യിൽ എഴുതിയത് ഡിയർ ബ്രദർ എന്നാണ് എഴുതിയത്. അങ്ങനെ പിന്നെ രണ്ടുപേർക്കും ഇഷ്ടമായി, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തുടങ്ങി. പിന്നെ എല്ലാ ക്ലാസ്സുകളിലും വരും, അറ്റൻഡ് ചെയ്യും. വീക്കെൻഡ്സൊക്കെ ഇവർ ഒന്നിച്ച് സമയം ചെലവിടാൻ തുടങ്ങി. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായി. അത് റൊമാൻസിൽ വന്ന് തീർന്നു. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ എല്ലാമേ തുടങ്ങുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിലാണ്. പക്ഷേ ഇപ്പോൾ 2 ആണുങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ നിൽക്കും. എത്രയോ ആണുങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഈ പെണ്ണുങ്ങളുടെ കൂട്ട് ഇങ്ങനെ ഓവറായിട്ട് വെളി കാണിക്കാനൊന്നും അറിഞ്ഞുകൂടാ. കെട്ടിപ്പിടിക്കാനും കരയാനും ഒന്നിച്ച് ഒരേ പ്ലേറ്റിൽ അങ്ങനെയൊന്നും അല്ല ആണുങ്ങൾ മനസ്സിലേ വെച്ചേക്കത്തുള്ളൂ. എന്നെ സംബന്ധിച്ചവരെ, ഞാൻ പഠിച്ചവരെ, അവർ വെളിയിൽ ഓപ്പണായിട്ട് നമ്മളുടെ കൂട്ട് കാണിക്കത്തില്ല. പക്ഷേ അവർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കും നല്ല ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ നമ്മളുടെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനല്ല ആണുങ്ങൾക്ക് എന്നുള്ളതാണ് ഞാൻ പഠിച്ചവരെ. അപ്പോൾ ആണുങ്ങൾക്ക് എന്തോ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും ഓപ്പണായിട്ട് അവർക്ക് വെളി കാണിക്കത്തില്ല. കാണിക്കാൻ അറിയാമോ അറിഞ്ഞൂടെ, എനിക്കറിഞ്ഞൂടാ, പക്ഷേ വലുതായിട്ട് കാണിക്കത്തില്ല. നമ്മളങ്ങനെയല്ല, ഉടനെ ഐ ലവ് യു ഇതാ എന്നൊക്കെ പറയും, ഉടനെ ഗിഫ്റ്റ് കൊടുക്കും, ഉടനെ കരയും, ഉടനെ ചിരിക്കും. അത് പെണ്ണുങ്ങൾ ഹൈലി ഇമോഷണലാണ്, ആണുങ്ങൾ അങ്ങനെ അല്ല. അപ്പം പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ 2 ആണുങ്ങൾ എത്രയോ വർഷമായിട്ട് ഫ്രണ്ട്സായിട്ടേ ഇരിക്കാം, 2 പെണ്ണുങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സായിട്ടേ ഇരിക്കാം. അവർ തമ്മിൽ ഈ വേറെ ബന്ധം ഇല്ല. അതേസമയം ഇപ്പോൾ എനിക്കൊക്കെ 35 വർഷം കൊണ്ട് ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ. ഞാൻ പാങ്ങോട് KVയിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പം തൊട്ടുള്ള ബന്ധമാണ്. 1996 തൊട്ട് ഇന്ന് വരെ. കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങൾ ഫാമിലിയായിട്ട് അവരുടെ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ച് ജോളിയായിട്ട് പഴയ കഥയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതേസമയത്ത് ഒരാണും പെണ്ണും ഫ്രണ്ട്സായാൽ ഞാൻ കണ്ടിടത്തോളം അത് വെറും ഫ്രണ്ട്ഷിപ്പോടെ നിൽക്കത്തില്ല. അത് റൊമാൻസാകും, ലവ് ആകും, കല്യാണം കഴിക്കും. കല്യാണം കഴിക്കാത്ത എത്രയോ റൊമാൻസുകളും ഉണ്ട്, ലവ് ഫെയിലിയറും അതും ഇതുമൊക്കെ ഉണ്ട്. പക്ഷേ
ആ ബോഡിലി അട്രാക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. എപ്പം ഒരാണും ഒരു പെണ്ണും ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയാൽ അത് മിക്കവാറും ആ ബോഡി ബന്ധത്തിൽ പോയി നിൽക്കും. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതങ്ങനെയാണ്. അതുപോലെ സദ്ഗുരുവും വിജിയും ഭയങ്കര ലവായിരുന്നു. പിന്നെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് വിജി ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു ശിവരാത്രിയുടെ അന്ന് ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞു. സദ്ഗുരുവിൻ്റെ വീട്ടിൻ്റെ ഒരു 10 വീട് തള്ളി വേറെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കാൻ തുടങ്ങി. ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ സദ്ഗുരു വീട്ടിൽ ഈ പെണ്ണിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരുടെ അച്ഛന് ഭയങ്കര ഇഷ്ടക്കുറവ്. ഏത് പെണ്ണാണ്, ഏത് ജാതിയാണ്, ഏത് കുലമാണ്, ഏത് ഗോത്രമാണ്, അവരുടെ അച്ഛനാര്, അമ്മയാര്, എന്തുകൊണ്ട് ഡൈവേഴ്സായി, അപ്പം ആദ്യത്തെ ഭർത്താവ് എവിടെ, എന്തുകൊണ്ട് ഇവർ തമ്മിൽ ഡൈവേഴ്സായി, അങ്ങനെ കുറേ അവരുടെ അച്ഛനാരാ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ സദ്ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോഴാണ് സദ്ഗുരു ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ ഇതൊന്നും അവളടുത്ത് ചോദിച്ചില്ലല്ലോ. അപ്പം പറഞ്ഞു, അച്ഛാ ആ പെണ്ണിൻ്റെ പേര് വിജി, നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞു, ഡൈവേഴ്സ് ചെയ്യാമെന്ന് എനിക്കറിയാം. പെണ്ണിൻ്റെ പേര് വിജി, ബാങ്കിൽ ജോലി ചെയ്യുന്നു, ഇത്രയും എനിക്കറിയാവും. അതിന് മുകളിൽ ഞാൻ അവളുടെ ജാതിയെക്കുറിച്ചോ മതത്തിനെക്കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് അവളുടെ അച്ഛനെക്കുറിച്ചോ അവളുടെ മുൻ ഭർത്താവിനെക്കുറിച്ചോ എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ അവരെയല്ല കല്യാണം കഴിക്കാൻ പോകുന്നത്, ഞാൻ ഈ പെൺകുട്ടിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് നിർത്തി. പിന്നെ അവർ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ കുറേ നാൾ അവിടെ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പം വീക്ക് മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യും. രണ്ടുപേരുടെ ജോലി അവരവരുടെ ജോലി നോക്കും. സാറ്റർഡേ സൺഡേ ബൈക്കിൽ നല്ല ജോളിയായിട്ട് ഊര് ചുറ്റും കാട്ടി പോകും. സദ്ഗുരുവിൻ്റെ അതേ ലൈഫ് സ്റ്റൈലാണ്. അതിലോട് വിജി യോജിച്ചു. അങ്ങനെ ഇരുന്നപ്പം 1987 അതായത് കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞ് 84 കല്യാണം, 87 2 ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി സദ്ഗുരു കോയമ്പത്തൂർ വരുന്നു. അപ്പം സദ്ഗുരുവിൻ്റെ മനസ്സിൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഭാര്യയെ പോറ്റണം, ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിലും ഇനിയൊരാളും കൂടെ നമുക്ക് പങ്കാളിയായിട്ട് വരുമ്പം അതിൻ്റെ ചിലവുണ്ട്. അപ്പം ഞാൻ കൂടുതൽ സമ്പാദിക്കണം എന്നൊക്കെ വിചാരിച്ചു. ഈ സിൽക്ക് വാമിൻ്റെ മൽബരിയുടെ ഒരു ഫാമൊക്കെ ഉണ്ടാക്കി. അത് പിന്നെ ഒരു പ്രാവശ്യം കത്തിപ്പോയി. പിന്നെ കുറേ സ്ഥലം വാങ്ങിച്ചു. എന്തൊക്കെയോ ചെയ്തു. സദ്ഗുരു ഒരു ദിവസം പോലും മിണ്ടാതിരുന്നിട്ടില്ല. കാശുണ്ടാക്കാനും എല്ലാത്തിനും സൈഡ് ബൈ സൈഡ് കാശുണ്ടാക്കാൻ, സൈഡ് ബൈ സൈഡ് യോഗ ക്ലാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടോ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്കെന്നൊരു ഉത്തരവാദിത്വം ഉണ്ട്. എൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹത്തിനെ ഞാൻ സാധിക്കണം. അതായത് ഒരു ധ്യാനലിംഗം പ്രതിഷ്ഠ ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട്. അതിനു വേണ്ടി ഗോവ തൊട്ട് കേരളത്തിൻ്റെ അറ്റം വരെ അദ്ദേഹം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ മോട്ടോർ സൈക്കിളിൽ സ്ഥലം തേടി കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പോലും ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഈ എൻലൈറ്റൻമെൻ്റ് ആയപ്പോഴേ ഇദ്ദേഹത്തിന് പഴയ ഓർമ്മകളെല്ലാം വന്നു. ഈ ബുദ്ധായും പറഞ്ഞിട്ടുണ്ട്, ബുദ്ധന് എത്രയോ 400 ചില്ലുവാനം ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജന്മത്തിൽ മുയലായിരുന്നു, ഒരു ജന്മത്തിൽ ആടായിരുന്നു, അങ്ങനെയൊക്കെ ബുദ്ധനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സദ്ഗുരുവിൻ്റെ എൻലൈറ്റൻമെൻറ്റ് പീരീഡിലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, പഴയ ജന്മത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും കംപ്ലീറ്റ് ഒരു പിക്ചർ കിട്ടിയില്ല. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഈ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് പോലെ
കുറേ പിടികിട്ടാത്ത കണ്ണികളുണ്ടായിരുന്നു. അങ്ങനെ പോയി. അപ്പോൾ ഒരു ദിവസം 2 ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി കോയമ്പത്തൂർ വരുന്നു. രാവിലെ ഫ്രണ്ട്സിനെ 2 പേര് ഫ്രണ്ട്സ് കോയമ്പത്തൂരിലുണ്ട്. അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി സദ്ഗുരു ബസ്സിൽ ട്രാവൽ ചെയ്ത് പോയി. അപ്പോൾ നേരം വെളുത്ത ഉടനെ തന്നെ ബസ്സുകാരൻ കോയമ്പത്തൂരിൽ കൊണ്ട് വിട്ടിട്ട് ബസ് അങ്ങ് പോയി. അതായത് വിചാരിച്ച സമയത്തിനെക്കാട്ടിലും മുന്നേ. അപ്പം ഫ്രണ്ട്സ് വരാൻ ഇനി 2 മണിക്കൂറുണ്ട്. അപ്പോൾ സദ്ഗുരു ഇങ്ങനെ ആലോചിച്ചു. ബസ് സ്റ്റാൻഡിൽ തന്നെ സദ്ഗുരുവിൻ്റെ സൂട്ട്കേസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി അങ്ങ് ഇരുന്ന് 2-3 നിമിഷത്തിനകം മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് അങ്ങ് പോയി. പിന്നെ ഒരു 2 മണിക്കൂർ അനക്കമില്ല. അതും വെളുപ്പാൻ രാവിലെ ആയതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഒരു സൂട്ട് കേസിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പം ഏതോ ഒരു വഴിപോക്കൻ എന്നുള്ള രീതിയിൽ ആരും അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ല. ഈ 2 മണിക്കൂറിൽ ഈ എൻലൈറ്റൻമെൻ്റ് ആയപ്പം കിട്ടിയ കാര്യങ്ങളെല്ലാം എവിടേക്കോ മനസ്സിലാവാത്ത കണ്ണികളുണ്ടെന്ന് പറഞ്ഞില്ല, അതെല്ലാം മനസ്സിലിങ്ങനെ മെഡിറ്റേഷനിൽ കിടന്ന് ഓടുന്നു. എല്ലാം കംപ്ലീറ്റ് ക്ലാരിറ്റി, പൂർണ്ണമായ ഒരു വ്യക്തതയോടുകൂടി ഈ നിഴൽ പടം പോലെ, സിനിമ പോലെ കാണുന്നു. അതുമാത്രമല്ല, നിൻ്റെ ദൗത്യം നിറവേറാൻ ഉള്ള സ്ഥലം ഇതാണ് എന്ന് സദ്ഗുരുവിന് പറയുന്നു. ഉൾമനസ്സ് പറയുന്നു, ഉൾവിളി. ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ കോയമ്പത്തൂരിലാണ് ശ്രീ ബ്രഹ്മ, അതായത് സദ്ഗുരു കഴിഞ്ഞ ജന്മത്ത് തേരപ്പാര ഇവിടെയാണ് നടന്നത്. കോയമ്പത്തൂരിലുള്ള കാടും മലയും വെള്ളിയങ്കിരി മലയും അവിടെയും ഇവിടെയൊക്കെ ചുറ്റി പോയി കറങ്ങിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഓർമ്മ വരുന്നു. അതുമാത്രമല്ല, സദ്ഗുരുവിൻ്റെ ഉൾവിളി പറയുന്നത്, നീ ഇവിടെയാണ് സെറ്റിലാവാൻ പോകുന്നത്, നിനക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇവിടെയാണ് ഉള്ളത്, നീ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നിൻ്റെ ദൗത്യത്തിനെ നിറവേറ്റാനുള്ള ഒരു കാര്യം ഇവിടെ നടക്കും എന്നുള്ളത് ക്ലിയറായിട്ട് പിക്ചർ ഒന്നിന് പിന്നെ ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഇപ്പം ഇതൊക്കെ എന്തുവാ? ഇതെല്ലാം സദ്ഗുരുവിൻ്റെ മുൻജന്മത്തെ ഗുരു സ്വാമി പഴനിസ്വാമിയാണ് ഇതെല്ലാം നടത്തിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കഴിഞ്ഞ ജന്മമേ കുറേ ഈ കോയമ്പത്തൂർ സ്ഥലങ്ങളിൽ കിടന്ന് ഓടി നടന്ന് ധ്യാനം ചെയ്തിട്ടുണ്ട്, തപസ്സിരുന്നിട്ടുണ്ട്. അതേ സ്ഥലത്ത് ഒടുക്കം കൊണ്ടുവന്ന് വിട്ടു. നീ ഇങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ജന്മം, അതിൻ്റെ മുൻജന്മം, അതൊക്കെ കാണിച്ചു കൊടുത്തു ക്ലിയറായിട്ട്. അതുമാത്രമല്ല, ഇനി നീ എന്തോ ചെയ്യാൻ പോകുന്നത്, ഇനിയും നിനക്കുള്ള കടമകൾ എന്തുവാ, നീ സാധിക്കാനുള്ള കാര്യങ്ങൾ എന്തുവാ, അത് എങ്ങനെയാ ചെയ്യേണ്ടിയേ, ആരൊക്കെ നിനക്ക് സഹായിക്കും, കറക്റ്റ് എല്ലാം ഒരു പ്ലാൻ. ഒരു വീട് വയ്ക്കണമെങ്കിൽ അതിന് മുമ്പേ ഒരു പ്ലാൻ വരയ്ക്കുമല്ലോ, ബ്ലൂ പ്രിൻ്റ് ഇടുമല്ലോ, അതുപോലെ കറക്റ്റായിട്ട് കണ്ടു. ആ 2 മണിക്കൂർ അവിടെ ഇരുന്ന് ധ്യാനത്തിൽ ഗുരു കാണിച്ചു കൊടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വിചാരിച്ചു സദ്ഗുരു, ശരി നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാം. അപ്പം തമിഴ്നാട്ടിൽ കോയമ്പത്തൂറാണ് നമുക്ക് വിധിച്ചിട്ടുള്ള സ്ഥലം. എൻ്റെ ദൗത്യം നിറവേറാൻ എനിക്ക് വിധിച്ചിട്ടുള്ള സ്ഥലം ഇതാണ് എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമായി. ബാക്കി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ഇവിടം വെച്ച് ഇത് നിർത്താം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 കാര്യമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ജന്മത്തെ ചേച്ചിയാണ് ഈ ജന്മം വിജി എന്നുള്ള പേരിൽ ഭാര്യയായിട്ട് വന്നത്. രണ്ടാമത്തെ കാര്യം, ആ 2 മണിക്കൂർ ബസ് സ്റ്റാൻഡിൽ നേരം വെളുത്തപ്പം ഇരിക്കുമ്പം ഗുരുവാണ് വന്ന് കാണിച്ചു തന്നത്. ഞാൻ ആഗ്രഹിച്ചത് നീ വേണം അത് എടുത്ത് നടത്താൻ,
ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതിന് ഈ സ്ഥലമാണ് പറ്റിയ സ്ഥലം, ഇവിടെ വേണം നിനക്ക് ചെയ്യാൻ ഉള്ള എല്ലാം ഒരു ബ്ലൂ പ്രിൻ്റ്. അതിന് ഗുരു വേണം. നമുക്ക് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ മുന്നോട്ട് പോകാനേ ഒക്കത്തില്ല. ദൈവാധീനം വേണം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അങ്ങനെ പഴനിസ്വാമിയുടെ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ആ സിനിമ കണ്ട പോലെ എല്ലാം പഴയതും വരാൻ പോകുന്നതും എല്ലാം കാണിച്ചു കൊടുത്തത്. ഈ 2 കാര്യമാണ് എനിക്കിതിൽ വലിയതായിട്ട് തോന്നിയത്. അല്ലാതെ പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ വിജി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്തുകൊണ്ട് സദ്ഗുരുവിൻ്റെ ജീവിതത്തിൽ വന്നു കയറി എന്നുള്ളതൊക്കെ നമുക്കിനി മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. നമുക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്. അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നോക്കുക. അതിനു വേണ്ടി തന്നെയാണ് ഈ ബുക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിരിക്കട്ടെ.